നമുക്ക് വൈകുന്നേരത്തെ ചായക്കുന്നതിന് വാട്ടക്കപ്പ പുഴുക്കുണ്ടാക്കാം കേട്ടോ. അതിന് ഈ ഉണങ്ങിയ കപ്പയാണ്. അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ തന്നെ കുറച്ച് സമയം നമുക്ക് കുതിർത്തി ഇടാനുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിങ്ങനെ നല്ലോണം കുതിർത്തി വെച്ചത് നമ്മൾ എന്താ പറയുക കൈയൊക്കെ എടുത്തതാണ് കേട്ടോ. നല്ലോണം അടുപ്പിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് വയനാട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അരിപ്പിൻ്റെ ആവശ്യം കൊണ്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴേക്കിനും ഇതാ കപ്പ വേഗം വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് അതിട്ട് ഇങ്ങനെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കേണ്ടതുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. പഴമക്കാർക്കൊക്കെ നല്ലപോലെ അറിയാവുന്നതായിരിക്കും വാട്ടക്കപ്പ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു വാഴൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മുറ്റത്തേക്കൊന്ന് ഇറങ്ങുന്നതാണ്. കണ്ടപ്പോൾ നല്ല വാഴൻ്റെ ഇല ഉണ്ട് കേട്ടോ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള വാഴൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 2 വാഴൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് നമുക്ക് അതിലേക്ക് ഈ ചൂടോടുള്ള വാട്ടക്കപ്പയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വാഴയിലയും കൂടെ വന്നിട്ടുണ്ടാവുന്ന ആ ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതും കൂടെ ചേരുമ്പോൾ നന്നായിരിക്കും. അപ്പോഴേക്കിനൊക്കെ പിന്നെ കപ്പ റെഡി ആയിട്ടുണ്ട്. അതിലൊരു ചെറിയ വറവും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചൂടോടെ തന്നെ വാട്ടക്കപ്പനെ നമുക്ക് ഇലയിലേക്ക് വിളുമ്പാട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് നല്ലൊരു വാട്ടക്കപ്പയും ചായയും കൂടാണ്. നമ്മൾ കട്ടനാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. അതുപോലെ നല്ല മഴയുണ്ട്, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമുക്കത് കഴിക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ വാട്ടക്കപ്പ. നിങ്ങൾ തിന്നിട്ടില്ലല്ലോ, അതൊക്കെ നമ്മൾ പണ്ട് കുറേ തിന്നതാണ്. ഇതിപ്പോ അന്ന് വയനാട്ടിൽ പോയതിനെ കൊണ്ട് കിട്ടിയതാ. അത് നമ്മൾ പണ്ട് നമ്മളെ ഔച്ചിയൊക്കെ എന്നോട് കൊണ്ടുപോയിട്ട് എത്തുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ആദ്യം തിന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇത് എവിടെ കണ്ടാലും ഇഷ്ടമാണ്. അങ്ങനെ വാങ്ങിയതാ, നമുക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാ. അപ്പൊ നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വേണ്ടിട്ട് ടേസ്റ്റ് അറിയായിരുന്നു. പിന്നെ അടുത്ത തലമുറക്ക് വാങ്ങാമല്ലോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതൊന്ന് വാങ്ങിയിട്ടൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്, നല്ലതാണ്. ഇപ്പോഴും പല ആൾക്കാരൊക്കെ തിന്നുന്നവരൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും ഇതൊന്നും അറിയില്ല. നന്നായി കിട്ടും. എല്ലാവർക്കും വാങ്ങിക്കൊടുക്കണം, മക്കൾ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ വറവിടുന്ന എണ്ണേൻ്റെ പ്രശ്നമാണെങ്കിൽ വറവിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.